ഫോക്കസ് കേട്ടോ. അപ്പോൾ ഗോവ യാത്രയ്ക്ക് തയ്യാറെടുക്കുന്നവർ തീർച്ചയായിട്ടും ഇദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെട്ടിരിക്കണം. ആരാണെന്ന് അദ്ദേഹം സ്വയം പറയും. അതെ, എൻ്റെ പേര് സജി കുര്യൻ എന്നാണ്. എൻ്റെ വീട് വയനാട്ടിലാണ്. ഞങ്ങളിവിടെ ഫാമിലിയായിട്ട് 16 വർഷമായിട്ട് താമസിക്കുന്ന കുട്ടികളൊക്കെ ഇവിടെ പഠിക്കുന്നത്. ഞങ്ങൾക്ക് സ്വന്തമായിട്ട് വീടും കാര്യങ്ങളെല്ലാം ഇവിടെ തന്നെയുണ്ട്. എനിക്കുള്ള റൂംസിൻ്റെ ടൈപ്പ് എന്ന് പറഞ്ഞാൽ സ്റ്റുഡിയോ റൂംസ് ഉണ്ട്, 2 BHK ഫ്ലാറ്റുകളുണ്ട്. അത് ഒരു മൂന്ന് ഫ്ലാറ്റുണ്ട്. അതിനകത്ത് വിത്ത് കിച്ചണും സ്വിമ്മിംഗ് പൂളും പിന്നെ എല്ലാ യൂട്ടൻസിൽസ് ഒക്കെ ആയിട്ടുള്ള അത് കണ്ടുപോകാനും പോകുന്നുണ്ട്. പക്ഷേ ഫാമിലികൾ വരുമ്പോൾ ഇവിടെ ഫുഡിന് ലേശം ബുദ്ധിമുട്ടാണ്. ഫുഡ് നമ്മൾ എല്ലായിടത്തെ പോലെ അല്ല, ഫുഡിന് ലേശം ടഫുള്ള സ്ഥലമാണ്. ഇവിടെ ഇപ്പോൾ പ്രധാനമായിട്ട് റൂം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വാക്കബിൾ ഡിസ്റ്റൻസിൽ ഇതെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ എൻ്റെ മെയിനായിട്ട് എന്നെ അറിയപ്പെടുന്നത് തന്നെ ബാഗ സജി എന്നാണ്. അതായത് 16 വർഷമായിട്ട് ഞാൻ ബാഗയിൽ തന്നെ ബിസിനസ് ചെയ്തിട്ടുണ്ട്. ബാഗ ബീച്ച് എന്ന് പറഞ്ഞാൽ ഏറ്റവും മെയിൻ ആയിട്ടുള്ള ബീച്ചാണ് ഗോവയിൽ. കാരണം എല്ലാ ആക്ടിവിറ്റീസ് ഇപ്പോൾ നൈറ്റ് ഏറ്റവും മെയിൻ ആയിട്ടുള്ള പറഞ്ഞാൽ ടിറ്റോസ് ലൈൻ. ഇവിടെ ടിറ്റോസ് ലൈൻ ഭയങ്കര ഫേമസ് ആണ്. ടിറ്റോസ് ലൈൻ ഇവിടെ അടുത്ത് 200 മീറ്റർ ഉള്ളൂ ടിറ്റോസ് ലൈനിലേക്ക്. അപ്പം നല്ല നടന്നു പോകാനുള്ളൂ. റെസ്റ്റോറൻറ്റുകളെല്ലാം 24 hours അവിടുത്തെ. ബാക്കി ഒരു സ്ഥലത്ത് നമുക്കിപ്പം റെസ്റ്റോറൻറ്റുകൾ ഇങ്ങനെ 24 hours കിട്ടും. ഇപ്പം അഞ്ജന, വാഗത്തൂർ, മുർജി, മറമ്പോൾ എന്നൊക്കെ പറഞ്ഞാൽ അവിടെയൊക്കെ ഒരു 7 മണിയായിട്ട് ക്ലോസ് ചെയ്തു പോകും. പക്ഷേ ഇവിടെ നിങ്ങൾക്ക് ഈ ബാഗ കല്ലക്കോട് ഭാഗത്ത് എപ്പോഴും നിങ്ങൾക്ക് അവൈലബിലിറ്റി ഉണ്ട്. എല്ലാ ആക്ടിവിറ്റീസും ഇവിടെ തന്നെ കിട്ടുകയും ചെയ്യും. പിന്നെ ബാഗയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നോർത്ത് ഗോവയിൻ്റെ സൗത്ത് ഗോവയിൻ്റെ മിഡിലായ സ്ഥലമാണ്. അപ്പം 2 ഭാഗത്തേക്കും സെയിം ഡിസ്റ്റൻസാണ്. അപ്പം എന്ത് ഭാഗത്തിന് പോകാൻ മിസ്ഗൈഡ് ആകാതെ ശ്രദ്ധിക്കുക. പിന്നെ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങൾ പറഞ്ഞാൽ നമ്മൾ മലയാളികളുടെ ഏറ്റവും വലിയ പ്രശ്നമായിരിക്കുന്ന ഒരു കാര്യം നമ്മൾ ഈ വണ്ടിയാണ്, ട്രെയിൻ ഇപ്പോൾ സാധാരണ വന്നപ്പോൾ നിങ്ങൾക്ക് അറിയാം, വന്ന് രാവിലെ എല്ലാ ഹോട്ടലുകാരും തുറന്നു കൊടുക്കത്തില്ല. ഇവിടെ ഹോട്ടലിലെ ചെക്കിൻ ടൈം 12 മണിക്ക്, ചെക്കൗട്ട് ടൈം 10 മണിക്കാണ്. എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതെല്ലാം ചെയ്തു കൊടുക്കുന്നത്. പിന്നെ കുറേ പേര് ഡയറക്ഷൻസ് മാത്രം ചോദിച്ചിട്ട് റൂം എടുക്കാതിരിക്കുന്നത് അത് ഭയങ്കര വിഷമകരമായ കാര്യമാണ്. അവരുമാർക്ക് ഡയറക്ഷൻ മാത്രം അത് ചെയ്യരുത്. അത് മാത്രമേ ഉള്ളൂ. ഞങ്ങൾ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരാണ്, അപ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടും കാര്യങ്ങളുണ്ട്. റൂം ഞാൻ കാണിച്ചിരുന്നു. റൂം വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള റൂമാണ്. എല്ലാം അത് TV, അതായത് നമുക്ക് അതിനകത്ത് ഫ്രിഡ്ജുണ്ട്, AC ഉണ്ട്, അതുപോലെ തന്നെ ഗീസറുണ്ട്, വൈഫൈ 24 hours വൈഫൈ ഉണ്ട്. നല്ല കാം ആൻഡ് ക്വയറ്റ് ഏരിയ ആണ്. ഒരു നോയിസ് പൊല്യൂഷൻ ഇവിടെ ഇല്ല, ഒന്നുമില്ല. ഞാൻ അതിനുവേണ്ടി മാത്രം എടുത്തതാണ്. എൻ്റെ അടുത്ത് വരുന്ന മലയാളികൾ 10 രൂപ കൂടെ വന്നേക്കാം, എന്നാലും ഞങ്ങൾക്ക് നല്ല റൂം വേണമെന്നേ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മാത്രം ചെയ്താൽ. അപ്പോൾ 1-2 റൂമിന്റെ ഫോട്ടോസും കൂടെ തരാം സാർ. ഓക്കെ, അപ്പോൾ വഴിപോലെ നമുക്ക്. താങ്ക് യു. ഇതിപ്പോൾ എത്ര പേർക്ക് നമുക്ക് ഇതിനകത്ത് 4 പേർക്ക് ഓക്യുപ്പൈ ചെയ്യാവുന്ന, ഞാനാ കാണിച്ച ഞങ്ങൾ എടുത്ത റൂമിൽ അല്ലാതെ ഒരു വലിയ ഫാമിലി വരികയാണെങ്കിൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനും വൈഫും പിന്നെ മകളും മരുമകൻ, അല്ലെങ്കിൽ അമ്മ, അച്ഛൻ, മറ്റ് നമ്മുടെ ഒരു 4 പേര് വരുമ്പോൾ അവർക്കുള്ള കണ്ടോ എല്ലാം നല്ല കംഫർട്ടബിളായിട്ടുള്ള വലിപ്പമുണ്ട്. അതെ, ബാൽക്കണിയും AC കാര്യങ്ങളെല്ലാം തന്നെ, TV-യും. അതെ, 1.5 AC ആണ്, പവർഫുൾ കൂളിംഗും ഒക്കെയാണ്. അതെ, ഇതിപ്പോൾ അദ്ദേഹത്തിൻ്റെ പുതിയ ബിൽഡിംഗ് ആണ്. ഒരുപക്ഷെ സജി അദ്ദേഹത്തിൻ്റെ ഈ പഴയ ഒരു വീഡിയോയിലാണ്, കോവിഡ് സമയത്ത് വന്ന 3 വർഷത്തിന് മുമ്പുള്ള ഒരു വീഡിയോയിലാണ് അദ്ദേഹം പരിചയപ്പെടുത്തിയിരിക്കുന്ന പഴയ കോട്ടേജാണ്. ഇത് പുതിയ റൂമാണ്, 3 മാസമായിട്ടേ ഉള്ളൂ.